ഇലക്ഷൻ ഒക്കെ അടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ജെ ആർ പിക്ക് സീറ്റ് ഇല്ല എന്നാണ് ഇപ്പോ കേൾക്കുന്നത്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഇല്ല, ഇപ്പൊ നമ്മള് ശരിക്കും JRPക്ക് 2 സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് മാനന്തവാടി, 2 ബാലുശ്ശേരി. അങ്ങനെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവര് അതിനനുസരിച്ച് ലെറ്ററും കാര്യങ്ങളും കൊടുക്കുകയും അവര് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അറിയുന്നത് അതിന്റെ ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഒരു അന്തിമഘട്ട തീരുമാനം എന്നുള്ള നിലയിലേക്ക് വന്നിട്ടില്ലല്ലോ. അപ്പോ അങ്ങനെ എന്തായാലും നമ്മളെ പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മളിലുള്ളത് സീറ്റിന്റെ കാര്യത്തിൽ. ഇനി ഏതായാലും അന്തിമഘട്ട നിലപാട് വരട്ടെ, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ജെ.ആർ.പിയുടെ ആളുകൾ തന്നെ ഇന്ന് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ അവര് നടത്തി എന്ന് പറയുന്നുണ്ട്. അതിനോട് എങ്ങനെ പ്രതികരിക്കും? പ്രാദേശികമായി ആളുകളുടെ ഒരു വികാരം അവർ പ്രകടിപ്പിച്ചു. ഇപ്പോൾ പ്രാദേശിക ആളുകൾക്ക് ചില ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അവരുടെ ആശങ്ക അവർ പ്രകടിപ്പിച്ചു. അതാണ് ശരിക്കും ഇന്ന് നടന്നത്. JRP സ്റ്റേറ്റ് വൈസ് ഒരു തീരുമാനം എന്നുള്ള നിലയിലേക്ക് വന്നിട്ടില്ല. ഇപ്പോ ഈ സീറ്റിന്റെ മുഴുവൻ കാര്യങ്ങളും നടന്നു കഴിഞ്ഞതിന് ശേഷമേ അങ്ങനത്തെ ഒരു നിലപാട് JRPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുള്ളൂ. രാഹുൽ ഗാന്ധിയുമായൊക്കെ ബന്ധപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കത്ത് നൽകിയിട്ടുണ്ട് പരിഗണിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. നമ്മളൊരു ഇമെയിൽ ലെറ്റർ അയച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കി പ്രോസസ്സ് അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മള് കേരളത്തിലുള്ള ആളുകളുമായിട്ട് യോജിച്ച് ഒരു സംഭവമായിട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള ഒരു വലിയ ഇടപെടൽ ശരിക്കും നടത്തിയിട്ടില്ല. താല്പര്യം ഏത് സീറ്റിലാണ് മത്സരിക്കുക? ബത്തേരിയാണോ മാനന്തവാടിയാണോ സാധാരണയായിട്ട്? ഇല്ല, ഇപ്പോ നമ്മള് ആവശ്യപ്പെട്ടത് മാനന്തവാടിയാണ്. മാനന്തവാടി സീറ്റും ബാലുശ്ശേരി സീറ്റും, ഇത് 2ആണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അപ്പോ ആവശ്യപ്പെട്ട സീറ്റിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുന്നു. സാധാരണയായി ഈ പ്രഖ്യാപനം തള്ളുന്നു. ഇന്ന് പ്രഖ്യാപിച്ച പ്രവർത്തകർ ആണ് പ്രഖ്യാപിച്ചത്, അത് തള്ളുന്നു. എല്ലാവരും അവരുടെ പൊതുവികാരമാണ് രേഖപ്പെടുത്തിയെന്നാണോ പറയുന്നത്? അല്ല, അവരുടെ ഒരു പൊതുവികാരം അവർ രേഖപ്പെടുത്തി. ഇപ്പോ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ഇപ്പോ നമ്മളെയൊക്കെ മുന്നണിയിലേക്ക് വരിക, അപ്പൊ വലിയൊരു സ്വീകാര്യത ഉണ്ടായി. അപ്പൊ അതിലൂടെ നമ്മുടെ ആളുകളും പരിഗണിക്കപ്പെടും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ ആളുകൾ നിൽക്കുമ്പോൾ അതങ്ങനെ അല്ല എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു വികാരം ഉണ്ടല്ലോ, ആ വികാരം ആളുകൾ പ്രകടിപ്പിച്ചു. ഏതായാലും ഈ ചർച്ചയുടെ ഒരു അന്തിമഘട്ട ലെവലിലേക്ക് ശരിക്കും വന്നിട്ടില്ല. വരട്ടെ. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ പരിഗണിക്കും എന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അഭിപ്രായത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അങ്ങനെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ മത്സരിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ JRPയുടെ സ്റ്റേറ്റ് മീറ്റിംഗ് കൂടിയിട്ട് എല്ലാവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ഒരു നിലപാടെടുക്കും.